നമ്മുടെ പിതാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു. എൻ്റെ കുഞ്ഞെ, ഒരു നിമിഷം നിൽക്കൂ. നിന്റെ ഹൃദയം ഭാരപ്പെട്ടിരിക്കുന്നത് ഞാൻ അറിയുന്നു. മറ്റുള്ളവർ അവരുടെ ജീവിത പങ്കാളികളെ കണ്ടെത്തുമ്പോൾ, ആഘോഷങ്ങൾ നടക്കുമ്പോൾ നീ തനിച്ചാണല്ലോ എന്നോർത്ത്, കർത്താവെ, എൻ്റെ ഊഴം എപ്പോൾ വരും? അങ്ങെന്നെ മറന്നുവോ എന്ന് നീ നിശബ്ദമായി കരയുന്നത് ഞാൻ കാണുന്നുണ്ട്. ഏകാന്തതയുടെ ആ ഭാരം നിന്നെ തളർത്താൻ അനുവദിക്കുന്നതിന് മുമ്പ് ഞാൻ പറയുന്നത് കേൾക്കൂ. നീ ഒറ്റയ്ക്കാണെന്ന് തോന്നുന്ന ഓരോ നിമിഷവും, നീ നിരാശനാകുമ്പോൾ, തെറ്റായ ഒരു തിരഞ്ഞെടുപ്പിലേക്ക് നീ വഴുതിപ്പോകാൻ പ്രലോഭിപ്പിക്കപ്പെടുന്നു, ഏകാന്തത അവസാനിപ്പിക്കാൻ വേണ്ടി മാത്രം ഞാൻ നിനക്കായി ഒരുക്കാത്ത ഒരു ബന്ധത്തിലേക്ക് പ്രവേശിക്കാൻ നിന്റെ ഹൃദയം തിടുക്കം കൂട്ടുന്നു. എന്നാൽ ഇന്ന് ഞാൻ നിന്നോട് പറയുന്നു, എന്നെ ശ്രദ്ധിക്കൂ. തെറ്റായ ഒരാളുടെ കൂടെയുള്ള ഒരു ജീവിതകാലത്തേക്കാൾ എത്രയോ നല്ലതാണ് ശരിയായ ആൾക്ക് വേണ്ടിയുള്ള ഈ കാത്തിരിപ്പ്. ഈ താമസം ഒരു ശിക്ഷയല്ല, ഇത് ഒരുക്കമാണ്. നീ കാണുന്നുണ്ട്, പലരും തിടുക്കത്തിൽ വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നു. വികാരങ്ങളുടെ പുറത്തോ ഏകാന്തതയെ ഭയന്നോ അവർ ബന്ധങ്ങൾ തിരഞ്ഞെടുക്കുന്നു. എന്നാൽ ആഴ്ചകൾക്കും മാസങ്ങൾക്കുമുള്ളിൽ ആ ബന്ധങ്ങൾ തകർന്നടിയുന്നത് നീ കാണുന്നില്ലേ? അവരുടെ ഹൃദയങ്ങൾ മുറിപ്പെടുന്നത് നീ അറിയുന്നില്ലേ? എൻ്റെ കുഞ്ഞെ, നിനക്കുവേണ്ടി അങ്ങനെയൊരു വേദന ഞാൻ ആഗ്രഹിക്കുന്നില്ല. നീ ഇപ്പോൾ അനുഭവിക്കുന്ന ഏകാന്തത തെറ്റായ ഒരു വ്യക്തിയോടൊപ്പം ഒരു ജീവിതകാലം മുഴുവൻ നീ അനുഭവിക്കാൻ പോകുന്ന വേദനയേക്കാൾ എത്രയോ ചെറുതാണ്. നീ തിടുക്കത്തിൽ പ്രവേശിക്കുന്ന ഒരു ബന്ധം നിന്നെ എന്നിൽ നിന്നും എൻ്റെ ലക്ഷ്യത്തിൽ നിന്നും അകറ്റിക്കളയും. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിന്നെ സംരക്ഷിക്കുകയാണ്. നീ കാത്തിരിക്കുമ്പോൾ ഞാൻ നിന്നെ ശക്തനാക്കുകയാണ്. ഞാൻ നിന്നെ പഠിപ്പിക്കുകയാണ്, മറ്റൊരു മനുഷ്യനിൽ നിന്റെ പൂർണ്ണത കണ്ടെത്താനല്ല, മറിച്ച് എന്നിൽ മാത്രം നിന്റെ സന്തോഷവും സമാധാനവും കണ്ടെത്താൻ. കാരണം ഞാൻ നിനക്കായി ഒരുക്കുന്ന ആ വ്യക്തിയും ഇപ്പോൾ ഒരുക്കത്തിലാണ്. അവരും എന്നിൽ ആശ്രയിക്കാൻ പഠിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ 2:18 ഞാൻ പറഞ്ഞു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഒരു തുണയെ ഞാൻ ഉണ്ടാക്കിക്കൊടുക്കും. ആദാമിന് ഹവ്വയെ നൽകുന്നതിന് മുമ്പ് ആദാം കാത്തിരിക്കണമായിരുന്നു. ആ സമയത്ത് ഞാൻ വെറുതെ ഇരിക്കുകയായിരുന്നില്ല, ഞാൻ ഹവ്വയെ ഒരുക്കുകയായിരുന്നു. ആദാമിന് ചേർന്ന ഒരു തുണയെ ഞാൻ രൂപപ്പെടുത്തുകയായിരുന്നു. അതുപോലെ ഇപ്പോൾ നീ കാത്തിരിക്കുമ്പോൾ ഞാൻ നിന്റെ പങ്കാളിയെ ഒരുക്കുകയാണ്. ഞാൻ നിന്നെയും ഒരുക്കുകയാണ്. നിങ്ങൾ രണ്ടുപേരും കണ്ടുമുട്ടേണ്ട കൃത്യസമയത്തിനായി ഞാൻ എല്ലാം ക്രമീകരിക്കുകയാണ്. സുഭാഷിതങ്ങൾ 18-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം പറയുന്നു, ഭാര്യയെ കണ്ടെത്തുന്നവൻ നന്മയെ കണ്ടെത്തുന്നു, അവൻ യഹോവയോട് പ്രസാദം പ്രാപിച്ചിരിക്കുന്നു. ഞാൻ നിനക്ക് നൽകാൻ ആഗ്രഹിക്കുന്നത് വെറും ഒരു ബന്ധമല്ല, അത് നന്മയാണ്. അത് എൻ്റെ പ്രസാദമാണ്. ക്ഷണികമായ സന്തോഷമല്ല, ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന സമാധാനമാണ് ഞാൻ നിനക്കായി ഒരുക്കുന്നത്. അതുകൊണ്ട് നിന്റെ ഏകാന്തതയെ ഭയന്ന് ഞാൻ ഒരുക്കാത്ത ബന്ധങ്ങളിലേക്ക് ഓടിപ്പോകരുത്. നീ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ കാത്തിരിപ്പ്, ഈ ഏകാന്തത, അത് നിന്റെ ഭാവിയെ സംരക്ഷിക്കാനാണ്. ക്ഷമയോടെ കാത്തിരിക്കൂ, വിശ്വസ്തയോടെ പ്രാർത്ഥിക്കൂ. നിനക്കായി ഞാൻ ഒരുക്കുന്ന ആ വ്യക്തി, അവർ നിന്റെ ജീവിത ലക്ഷ്യങ്ങൾക്ക് കൂട്ടായിരിക്കും, തടസ്സമായിരിക്കില്ല. അവർ നിന്റെ സമാധാനത്തെ പൂരിപ്പിക്കും, അതിനെ കവർന്നെടുക്കുകയില്ല. നിന്റെ സമയം വരുന്നു. അത് വൈകുന്നതായി നിനക്ക് തോന്നിയേക്കാം, എന്നാൽ എൻ്റെ സമയം എപ്പോഴും കൃത്യമാണ്. അത് ഏറ്റവും മനോഹരമായിരിക്കും. ഈ വചനം നിന്റെ ഹൃദയത്തിൽ സ്പർശിക്കുന്നുവെങ്കിൽ, കർത്താവെ, അങ്ങയുടെ സമയത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് താഴെ ടൈപ്പ് ചെയ്യുക. വിവാഹത്തിനായി കാത്തിരിക്കുന്ന, ഹൃദയം തകർന്ന മറ്റൊരു ആത്മാവിനെ ശക്തിപ്പെടുത്തുന്നതിനായി ഈ സന്ദേശം ഷെയർ ചെയ്യുക.